ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ കഴിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുക, ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു നല്ല നല്ല മെമ്മറീസ് എല്ലാം നിങ്ങൾ ഓർത്തെടുക്കുക. നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. The Hierophant, The Tower റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. The Hermit, Two of Pentacles, Five of Cups, Queen of Swords, The Emperor, The World, ഇവിടെ നമുക്ക് ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് ദി ഫൂൾ കാർഡാണ് കേട്ടോ. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സ്പ്രെഡ് പ്രകാരം നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. അത് മേ ബി നിങ്ങൾക്ക് രണ്ടു പേർക്കും പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യമാകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇടയിൽ ഈ ഒരു സെപ്പറേഷൻ്റെ ടൈമിൽ ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ, അതായത് മേ ബി പോസിറ്റീവ് ആകാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അത് സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കേട്ടോ ഈ ഒരു സെപ്പറേഷൻ ടൈം. അത് നിങ്ങളുടെ ലൈഫിലോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിലോ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടാകാം എന്നിവിടെ കാണുന്നു. അതായത് പുതിയ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകാനായിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ ടൈം നിങ്ങൾക്കുണ്ടായത് എന്നുള്ളത് എനിക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം അങ്ങനെ ഒരു സൂചനയാണ് എനിക്കിവിടെ കിട്ടുന്നത്. കാരണം ഇതൊരു മുൻവിധി പോലെ, നമ്മൾ ദൈവനിശ്ചയം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഉണ്ടായ ഒരു കാര്യമാണ് എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാനും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും വേണ്ടി, അതായത് മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാനും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, ഫീലിങ്സ്, ഈ ഒരു വ്യക്തിയുടെ ഇമ്പോർട്ടൻസ്, അതെല്ലാം നിങ്ങളെ മനസ്സിലാക്കി തരാനായിട്ട് ഈ ഒരു സെപ്പറേഷൻ ടൈം ഒരു വിധി പോലെ സംഭവിച്ച ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത് കേട്ടോ. തീർച്ചയായും ഒരു ഈശ്വര നിയോഗം കൂടി ഈ ഒരു സെപ്പറേഷനിൽ ഉണ്ടായിരുന്നുവെന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ ടവർ കാർഡ് റിവേഴ്സായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, സെക്കൻഡ് കാർഡ്. തീർച്ചയായും ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ പെർമനൻ്റ് അല്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
ഈ ഒരു ടവർ മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ എല്ലാം മാറിപ്പോകും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അത് റിവേഴ്സ് വരുമ്പോൾ അങ്ങനെയാണ് വായിക്കുന്നത്. മേ ബി ചിലർക്കൊക്കെ ഇവിടെ ഒരു റിയൂണിയൻ പോസിബിലിറ്റി ഒക്കെ കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടായിരുന്നു. തീർച്ചയായും നിങ്ങളൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സമയത്തിലൂടെ കടന്നു പോയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ ടൈമൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. ആ ഒരു സമയങ്ങളെല്ലാം തന്നെ മാറിപ്പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു അവസരം യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു എനർജിയും എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇതിനോടകം തന്നെ അടുത്തത് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷേ റീസെൻ്റ്ലി ആണ് നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 3 മന്ത്സ് അല്ലെങ്കിൽ ഒരു 1 വീക്കൊക്കെ ആയിട്ടുള്ളെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ടെങ്കിൽ മേ ബി അത് കുറച്ച് സമയം എടുത്തേക്കാം ഇവിടെ ഒരു റിയൂണിയൻ നടക്കണമെങ്കിൽ. കാരണം നിങ്ങൾ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോവേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ ഒരു കാർമിക് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഒരു കാർമിക് പാർട്ട്ണർ ആയിരിക്കാം നിങ്ങളുടെ. അത് ചിലവരുടെ കേസാണ് ഞാൻ പറയുന്നത്, എല്ലാവരുടെയും കേസ് അല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി കാർമിക് പാർട്ട്ണർ ആയിരിക്കാം. ഈ ഒരു വ്യക്തി കാർമിക് പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ട്രൂ ഫേസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒരു ക്ലാരിറ്റി കിട്ടാനും ഒക്കെയാണ് ഈ ഒരു സെപ്പറേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, എത്രത്തോളം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഡെപ്ത് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷനിൽ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി എത്രത്തോളം മിസ്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ എത്രത്തോളം മിസ്സ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഫ്യൂച്ചറിൽ ഈ ഒരു വ്യക്തിയുടെ കൂടെ എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും, അതുപോലെ നിങ്ങൾ കരിയർ പോലും ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങൾ നിന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനും, അതായത് കരിയറിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനും, അതുപോലെ നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യുവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ഡിവൈൻ പവറിൻ്റെ സാന്നിധ്യം ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷനിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. അതെന്തായാലും നിങ്ങളുടെ സോളിൻ്റെ ഗ്രോത്തിനും കൂടി അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. അത് മേ ബി ഇമോഷണലായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കലായിരിക്കാം, അല്ലെങ്കിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഗ്രോത്തിനായിരിക്കാം, അല്ലെങ്കിൽ കരിയർ ഗ്രോത്തിനായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതുമാകാം കേട്ടോ. അതുപോലെ നിങ്ങൾ ആരോ ഒരാൾ, മേ ബി അത് നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം, എന്തെങ്കിലും കരിയറിൻ്റെ കാര്യം പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഡിഫറൻസസ് ആയിരിക്കാം, മേ ബി അപ്പിയറൻസ് ആയിരിക്കാം, അങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കമ്പാരിസൺ നടത്തിയതായിട്ട് ഇവിടെ കാണുന്നു. അതാണ് 2 ഓഫ് പെന്റക്കിൾസ് സൂചിപ്പിക്കുന്നത്. അതിനെ ചൊല്ലി എന്തെങ്കിലും ഒരു വാക്ക് തർക്കമോ എന്തെങ്കിലും കാര്യമോ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യങ്ങളാകാം. അതായത് പണ്ട് ഇങ്ങനെയൊക്കെ അല്ലായിരുന്നു നീ സംസാരിച്ചിരുന്നത്, എൻ്റെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിരുന്നില്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകാം. അത് റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളെന്നുള്ള വ്യക്തിയെ മറ്റു വ്യക്തികളുമായി കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഈ ഒരു വ്യക്തിയെ കമ്പയർ ചെയ്തിരുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്തായാലും ഇവിടെ ഒരു കമ്പാരിസൺ എനർജി നിങ്ങളുടെ ഇടയിൽ നടന്നതായിട്ട് കാണുന്നു. അതായത് 2 കാര്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന എനർജിയാണ് 2 ഓഫ് പെന്റക്കിൾസ് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങൾ ടാരോ റീഡിങ്സ് ഒക്കെ കാണുന്നതല്ലേ. അപ്പം അത് ചിലപ്പോൾ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പും ആകാം, അങ്ങനെ എന്ത് സാഹചര്യവും ആവാം കേട്ടോ. അപ്പം ഇവിടെ എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കമ്പാരിസൺ എനർജി നടന്നതായിട്ട് കാണുന്നു. മേ ബി അതേ ചൊല്ലിയുള്ള വഴക്കുകളായിരിക്കാം നിങ്ങൾ ഈ ഒരു സെപ്പറേഷനിൽ എത്തിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ എനർജി വന്നതുകൊണ്ട് തന്നെ കമ്പാരിസൺ നടത്തുന്ന സമയത്തും തീർച്ചയായും ഇപ്പോഴുള്ള കാര്യങ്ങളെ കാണാതെ ഇപ്പോൾ ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു. മേ ബി മറ്റുള്ള വ്യക്തിയിലുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈഡ് മേ ബി നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത സിറ്റുവേഷൻസ് നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുണ്ടാകാം.
അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം മേ ബി ഈ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ഇടയിൽ വന്നേക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങളെ നല്ല രീതിക്ക് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയുന്നു. അതുപോലെ ചില കാര്യങ്ങൾ ഒരു ഇമ്മച്വർ എനർജി പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ സൈഡിൽ നിന്നും. അതായത് ഒരു കെയർലെസ് ആറ്റിറ്റ്യൂഡ്, പലപ്പോഴും ഒരു മടുപ്പ് പോലെയൊക്കെ. അതായത് ഈ ഒരു വ്യക്തി എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയൊക്കെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതും ഒരു സെപ്പറേഷന് കാരണമായി എന്ന് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം ഇവിടെ ക്യൂൻ ഓഫ് സോർഡ്സ് ആൻഡ് എംപറർ സൂചിപ്പിക്കുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും പേഴ്സണാലിറ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണെന്നാണ് കാണുന്നത്. രണ്ടു പേർക്കും പവർഫുള്ളായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കാം, ഒരുപാട് ജീവിത അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം രണ്ടു പേർക്കും. അതുപോലെ നിങ്ങൾക്ക് രണ്ടു പേർക്കും സ്വന്തം ഭാഗം ശരിയാണെന്നുള്ള തോന്നലുള്ള വ്യക്തികളായിരിക്കാം. അതായത് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നതാണ് ശരി, നീ പറയുന്നത് തെറ്റാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. അതുപോലെ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഒരു ഈഗോയിസ്റ്റിക് ബിഹേവിയർ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എല്ലാം തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ടാവാം, പക്ഷേ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ ആദ്യമേ അങ്ങോട്ട് ചേസ് ചെയ്ത് പോയി ഈ ഒരു വ്യക്തിയുടെ പുറകെ, പക്ഷെ അന്നൊന്നും ഈ ഒരു വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്തിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് ചേഞ്ച് വന്നിരിക്കുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. എന്തായാലും ഇവിടെ നിങ്ങൾ രണ്ടുപേരും വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള നേച്ചറുള്ള വ്യക്തികളായിരിക്കാം. എന്തായാലും ഇവിടെ ഒരാൾ കൂടുതലായിട്ടുള്ള ഈഗോയിസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ലോകം ഈ ഒരു വ്യക്തിയുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകാം. മേ ബി ഇവിടെ കുറച്ച് പേരെങ്കിലും മാരീഡ് കപ്പിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ മേ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ളവരായിരിക്കാം. നിങ്ങൾക്കിടയിൽ കുട്ടികളൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിരിക്കാം, ഒരു ഫാമിലി ആയിരിക്കാം നിങ്ങൾ. അതുകൊണ്ട് തന്നെ നല്ലൊരു ലൈഫ് സിറ്റുവേഷനിൽ ജീവിച്ച വ്യക്തികളായിരിക്കാം നിങ്ങൾ തമ്മിൽ. പാസ്റ്റിൽ വളരെ ഹാപ്പി ആയിട്ടൊരു ലോകം നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രണയമൊക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ പ്രതീക്ഷിക്കാത്ത ഒരു ടവർ മൊമെൻ്റ് ഉണ്ടായപ്പോഴാണ് നിങ്ങൾ തമ്മിലൊരു കമ്പാരിസൺ എനർജിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലവർക്ക് കമ്പാരിസൺ കൊണ്ടായിരിക്കാം, ചിലവർക്ക് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആയിരിക്കാം. അങ്ങനെ ഏതെങ്കിലും തരത്തിലായിരിക്കാം ഇവിടെ ഒരു സെപ്പറേഷൻ നടന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ. അപ്പം അതുമായിട്ട് കണക്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സെൽഫ് ഗ്രോത്ത് കൊണ്ടുവരാനും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഡിവൈൻ എനർജിയോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കാം ഈ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാകുക. മേ ബി നിങ്ങളുടെ വ്യക്തിയിലും ചില ചേഞ്ചസ് ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിവൈൻ എനർജിയുടെ പ്ലാനിങ് ആകാനായിട്ടുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നു, അല്ലെങ്കിൽ ഒരു സാധ്യത ഇവിടെ കാണുന്നു. ഒരുപാട് പേർക്ക് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ടെമ്പററി ആയിരിക്കും. ആ ഒരു പോസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. തീർച്ചയായും ഈ ഒരു വ്യക്തിക്ക് ഒരു ചേഞ്ച് വരുത്തുവാനും ചില കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കുവാനും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കുവാനും ഒക്കെ ഈ ഒരു ടൈം പീരീഡ് ഉപകരിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ ഈ ഒരു വ്യക്തി ഹീൽഡായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരാനായിട്ടുള്ള ഒരു ചാൻസും വളരെ നല്ല രീതിക്ക് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു ബെറ്റർ ആയിട്ടുള്ള ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമാണ് ഈ ഒരു സെപ്പറേഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായും ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ കാണാൻ സാധിക്കുമെന്നുള്ളത് കാണുന്നു. നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട്, പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, റിലേഷൻഷിപ്പ് ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സെപ്പറേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് കാണാൻ കഴിയുന്നു കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിനായിക്കോട്ടെ, നിങ്ങൾക്കായിക്കോട്ടെ, നിങ്ങളുടെ വ്യക്തിക്കായിക്കോട്ടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജും കൂടെ നമുക്ക് നോക്കാം. Seven of Pentacles,
മജീഷ്യൻ, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് പെൻറ്റക്കിൾസ്, ജസ്റ്റിസ് ആണ് നമുക്ക് ലാസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത്. ബോട്ടം എനർജിയും കൂടെ എടുക്കാം. ഈ സ്റ്റാർ. ഇനിയും റിലേഷൻഷിപ്പ് ഗൈഡൻസും കൂടി നോക്കാം. സ്ട്രെങ്ത്, ഫൈവ് ഓഫ് കപ്സിന് മുന്നേ 2 ഓഫ് സോർഡ്സ്, 5 ഓഫ് കപ്സ്, Six of Wands, King of Swords, Ace of Pentacles. എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് കേട്ടോ. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം നമുക്ക് ആദ്യമേ നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജ് ഞാൻ പറയാം. ഞാൻ നിന്നെ നോക്കി നിൽക്കുന്നു, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. നീ ഒരുപാട് കാലമായി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നിന്റെ ഈ കാത്തിരിപ്പിന് ഞാൻ സാക്ഷിയാണ്. നീ കാത്തിരിക്കുന്നത് പോലെ തന്നെ ഞാൻ നിനക്ക് വേണ്ടിയും കാത്തിരിക്കുന്നു. കാരണം നീ നടത്തിയ ഹാർഡ് വർക്കിനെല്ലാം റിസൾട്ട് ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പുതിയൊരു ലോകം നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാനുള്ള കരുത്തുണ്ടാകുന്നു. ഞാൻ നീയുമായുള്ള ബന്ധം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ആത്മവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. നിനക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്ത് കൊണ്ടുവരാനും ഞാൻ ആഗ്രഹിക്കുന്നു. നീ ജസ്റ്റിസ് അർഹിക്കുന്നു. ഞാൻ നിന്നോട് പറയുന്നു, ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. ഇനിയും റിലേഷൻഷിപ്പ് ഗൈഡൻസ് നമുക്ക് നോക്കാം. നിങ്ങൾക്കിപ്പോൾ മനസ്സിൻ്റെ കരുത്ത് പ്രധാനമാണ്. രോഷത്തോടല്ല, മറിച്ച് കരുണയോടെയാണ് പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടാകാം. നെഗറ്റീവ് ഇമോഷൻസ് ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതാണ്. എപ്പോഴും നഷ്ടമായ സമയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇപ്പോഴുള്ള സന്തോഷങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഇമോഷണലി അല്ല ഒരു ഡിസിഷൻ എടുക്കേണ്ടത്, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാണ്. നിങ്ങളുടെ എഫേർട്സിനെല്ലാം ഒരു സക്സസ് ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഭാവിയിലേക്കുള്ള ഒരു പുതിയ വാതിൽ നിങ്ങൾക്കായി തുറക്കുന്നു. അതുകൊണ്ട് കൺഫ്യൂഷൻസ് ഒഴിവാക്കി പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയം. അതാണ് റിലേഷൻഷിപ്പ് ഗൈഡൻസ്.